ഇത് കണ്ട ഇവരെയൊക്കെ അല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഞാൻ അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു സംഭാരം കുടിക്കാൻ തുടങ്ങിയാണ്. ഞാൻ ബാക്കി വിശേഷങ്ങളെ നേരിട്ട് കാണിച്ചു തരാം. കണ്ടോ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വേണ്ട, ഞാനൊരു സംഭാരം കുടിക്കാൻ വേണ്ടി നമ്മുടെ എറണാകുളം പടമുകൾ പാളിച്ചോട് റൂട്ടിൽ സാറ്റലൈറ്റ് ജംഗ്ഷനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നിർത്തിയേക്കണേ. ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്നത് വേണ്ട റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ സംഭാരം കുടിക്കണ കാണിക്കാൻ വേണ്ടിയല്ല കേട്ടോ, ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഇത് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാനിത് എടുക്കണത്. കാരണം ഇത് നടത്തുന്നത് നടത്തുന്നത് നമ്മുടെ കുറച്ച് ചങ്ക് പിള്ളേരാണ്. ഇത് കണ്ട. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം കാക്കനാട് പടമുകൾ ജംഗ്ഷനിൽ നിന്ന് തുതിയൂരിലോട്ട് വരുന്ന വഴിയാണിത്. ഹായ് അവിടെ തൊട്ടി അമ്പലം റോഡ്, അല്ലെങ്കിൽ തൊട്ടിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രം, ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ട്. ഇവിടെയാണ് ഇവർ ഈ കുട്ടിപ്പട്ടാളങ്ങളുടെ ഈ ഒരു ഷോപ്പ്. എന്തായാലും നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഹായ്, എന്താ സംഭരം അടിക്കാന്നറിയാം? അതെ. എടാ, നിന്റെ പേരെന്താണ്? സഫ്വാനാണ് ഇതിന്റെ മെയിൻ ആള് അല്ലേ, നേതൃത്വം കൊടുക്കണം. പിന്നെ കൂട്ടത്തിൽ 4 പേരുണ്ടല്ലേ? അവരൊക്കെ എന്ത് ചെയ്യാം, വീട്ടിൽ പോയിക്കണേണ? ഒരാള് ഇവിടെ ഉണ്ട്, ഇവളുണ്ട്. നിന്റെ പേര് മറന്നുപോയി. ഫർഹാനിയ? ഫർഹാന അൽഹാൻ. ഓക്കെ. അപ്പോൾ ഇവര് ഇനി 2 പേരും കൂടി ഉണ്ടല്ലേ? അവർ വീട്ടിൽ പോയിക്കണ ഉണ്ടാ. ഷിഹാബിക്കയും യാദൃശ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ എത്തിയത് അല്ലേ? എങ്ങനെയുണ്ട് പിള്ളേരുടെ പരിപാടി? അടിപൊളിയാണ്. ഞാനൊന്ന് കഴിച്ചു പോട്ടെ കേട്ടോ. സംഭാരമാണ് ഞാൻ പറയാം. വളരെ അടിപൊളി സംഭാരം. ഇപ്പം ഇവൻ്റെ ആശയം, ഈ ആശയം എങ്ങനെ വന്ന്, എന്തുകൊണ്ട് ഇവൻ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടത് നമുക്ക് അറിയണ്ടേ? അതിലേക്ക് നമുക്ക് പോവാം അല്ലേ? സഫ്വാനെ, അപ്പം എന്താണ് ഇങ്ങനെ ഒരു ആശയം തോന്നാൻ? നിന്റെ അച്ഛൻ അല്ലെങ്കിൽ അപ്പോൾ വാപ്പ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ട് നീ ചെയ്യണാണ്, അല്ലെങ്കിൽ നിന്റെ സ്വന്തം ഇഷ്ടമാണ്? എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനാണ്. അതെ, അടിപൊളി. ഇപ്പൊ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 7ലേക്ക് ആവാൻ പോണേ. ഏത് സ്കൂളിൽ? പടമുകൾ UP സ്കൂൾ. സ്കൂളിന്റെ പേര് പടമുകൾ UP സ്കൂൾ എന്നാണോ? ആണോ? ഓക്കെ. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനും അവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അഭിമാനിക്കാം. അവൻ ഈ ഒരു പ്രായത്തിൽ 7ാം ക്ലാസ്സിൽ തന്നെ പറഞ്ഞ 7ാം ക്ലാസ്സിൽ വെക്കേഷൻ ടൈമിൽ അവൻ ആ വെക്കേഷന് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകില്ല എന്ന് മുന്നേ ചോദിച്ചു. അപ്പം പറഞ്ഞ അത് വൈകുന്നേരം അല്ലേ കളിക്കാൻ പോണത്. അപ്പോൾ ഈ രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഇവിടെ? രാവിലെ ഒരു 10-11 തൊട്ട് 1-1:30 വരെയാണ്. അവൻ എന്തായാലും ആ ഒരു ഏജിൽ ഇത് ചെയ്യാൻ കാണിക്കണ മനസ്സ്. പിന്നെ പലരുടെയും അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യില്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ, കൂടുതലും പേര് എന്താണെന്ന് വെച്ചാൽ മക്കളെ ഇപ്പോൾ പണിയെടുപ്പിക്കേണ്ടത്. പക്ഷേ നേരെ തിരിച്ച് ഈ ചിന്താഗതിയാണ് ശരിക്കും വേണ്ടത്. പിള്ളേർക്ക് ആ കാശിന്റെ വിലയെല്ലാം മനസ്സിലാവും. എൻ്റെ ഒരു അനുഭവം വെച്ച് ഷെയർ ചെയ്താണ്. സഫ്വാനെ, പിന്നെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പോൾ സംഭാരമുണ്ട്, കുമ്മട്ടിയുണ്ട്, നാരങ്ങുണ്ട്. അടിപൊളി. പിന്നെ ബാക്കി 2 പേര് വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ, അവരുടെ പേരെന്താണ്? ഒരാളുടെ പേര് ആഫിയ. ഒരാളുടെ പേര് അൽത്താഫ്. അതെ അല്ലേ? എടാ, നിന്റെ പേര് മറന്നുപോയി. അൽഹാദ്. എത്രയിലാ പഠിക്കണം? 3-ല്. നീയാ? ഫർഹാന 4ലോട്ട് ആവാൻ പോണ്. അടിപൊളി. മറ്റേ 2 പേരാ? അൽത്താഫ് 5ലേക്ക് ആവാൻ പോണ്, ആഫിയ 6ലേക്ക് ആവാൻ പോണ്. അപ്പൊ അവരോട് എന്റെ അന്വേഷണം പറയണം. അടിപൊളി ബിസിനസ് ആണ്, നല്ലൊരു തീരുമാനമാണ് എടുത്തത് കേട്ടാ. അപ്പൊ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സ്കൂളിലെ പിള്ളേർക്കും ടീച്ചേഴ്സൊക്കെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു ബഹുമാനമല്ലേ ഇനി അല്ലേ ടീച്ചേഴ്സ്? പിന്നെ പിള്ളേർക്കും ഒരു നല്ലൊരു മെസ്സേജാണിത്. അവരും ചെയ്യട്ടെ ഇനി ഇങ്ങനെ അല്ലേ. നമ്മൾ സ്വയം പണിയെടുത്ത് കാശുണ്ടാക്കുന്നതാണ് ഏറ്റവും വലുത്. എന്ത് ഒരു മൊബൈൽ മേടിക്കണമെങ്കിൽ പോലും കേട്ടാ. അപ്പോൾ എന്താ പറയാ, ഞാൻ ലൊക്കേഷനൊക്കെ കാണിച്ചായിരുന്നു. പടമുകൾ പാളിച്ചോട് റൂട്ടിലൂടെ പോകണമെങ്കിൽ ഇവിടെ കയറി ഒരിക്കലെങ്കിലും ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാം ഡെയിലി തീർത്തിട്ടല്ലേ പോകുള്ളൂ. അടിപൊളി. അപ്പൊ അതുപോലെ ഇവരെല്ലാവരും ആ 2 പിള്ളേരെയും കൂടി വാപ്പ ഉമ്മ അവർക്കും പ്രത്യേകം ഒരു ബിഗ് സല്യൂട്ട് തരുന്നു. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ പലരും വിടാതിരിക്കാനും ശ്രമിക്കണം. അതിന്റെ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിള്ളേർക്ക് ഭാവിയിൽ. എല്ലാവർക്കും അല്ലേ പറയണം, എന്നാലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പിള്ളേർ ഇവിടെ വന്ന് ഈ റോട്ടിൽ നിന്നിട്ട് ഇത് കച്ചവടം ചെയ്യണമെന്ന് അറിയാം. അതിൽ വളരെ സന്തോഷം, ഒരു ബിഗ് സല്യൂട്ട് തരുന്നു. അപ്പോൾ ഇതിൽ പോണവരെല്ലാവരും കയറി ഒന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക. ഇതേപോലെയുള്ള നിങ്ങൾ കാണേണ്ട കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. വേറെ എന്തെങ്കിലും പറയണ്ട? അന്ന് എല്ലാവർക്കും ഒരു ബൈ ആണ് കൊടുത്തേ. ബൈ.